യാമിനി, 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 ദേ നീ പറഞ്ഞ ആളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. എന്താ ഏട്ടാ ഇത്? വിഷുവായിട്ട് ഇങ്ങനെ മുറിയിൽ അടച്ചു പൂട്ടി അങ്ങ് ഇരുന്നാ മതിയോ? നാളെ കണി കാണാണ്ട് എല്ലാം സെറ്റ് ആക്കണ്ടേ നമുക്ക്? നിനക്കിപ്പോ എന്താ വേണ്ടത്? വിഷു കണി ഒരുക്കണം, അത്രയല്ലേ ഉള്ളൂ. ആ ജംഗ്ഷനിലെ കടയിലേക്ക് ചെന്നാ കിറ്റ് കിട്ടും. എല്ലാ ഐറ്റംസും അതിൽ കാണും. വാങ്ങിക്കൊണ്ട് വെച്ചാ കണി വെക്കാം. അതൊന്നും പോരാ. എല്ലാ വർഷത്തെയും പോലെ നല്ല സ്റ്റൈലായിട്ട് തന്നെ വിഷുക്കണി ഒരുക്കണം. നീ ഒരു കാര്യം ചെയ്യ്, ഇവിടെ വിളിച്ചോണ്ട് പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ചോണ്ട് പോയി. ഇപ്പോഴോ? പിന്നല്ലാതെ ഇപ്പൊ പോനോ? രാത്രിയിൽ കണി ഒരുക്കണ്ടേ നമുക്ക്? ഇവിടെ വന്നെന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് തോന്നി എന്നെ ഇട്ട് ഓടിക്കുന്നു. എന്റെ ചേട്ടാ, വിഷുവിന് ഹോസ്റ്റലിൽ അടങ്ങിയിരിക്കാൻ പറ്റുമോ? എല്ലാ വർഷവും വസുന്ധരാന്റെ കയ്യിൽ നിന്ന് ഒരു സ്വർണ്ണ നാണയം കിട്ടുന്നതാ കൈനീട്ടായിട്ട്. അത് കളയാൻ പാടില്ലല്ലോ. അപ്പൊ നീ ആ സ്വർണ്ണ നാണയം വാങ്ങാനാണോ ഇങ്ങോട്ട് വന്നത്? എനിക്ക് മാത്രല്ലല്ലോ, വസുന്ധരാജി ഇവിടെയുള്ള എല്ലാവർക്കും സ്വർണ്ണ നാണയം തരുമല്ലോ. പക്ഷേ വിഷു എന്ന് പറയുന്നത് എല്ലാവരും കൂടെ ചേർന്ന ഒരു ഹരാണ്. വിഷുക്കണിയും വിഷു സദ്യയും, പിന്നെ രാത്രി പടക്കമൊക്കെ വേണം കേട്ടോ. മൊത്തത്തില് ഒരു അടിപൊളി വൈബായിരിക്കണം. ഏറ്റവും പറഞ്ഞാ പോരാ, വേഗം പോയി റെഡി ആയിട്ട് വാ. നമുക്ക് പുറത്തു പോകാനുള്ളതാ. കൊറേ സാധനങ്ങൾ വാങ്ങാനുണ്ട്. ശരി, ഓക്കെ. നാളെ വിഷുക്കൈ നീട്ടായിട്ട് ഈ കുടുംബത്തിലെ എല്ലാവർക്കും ഓരോ സ്വർണ്ണ നാണയം കിട്ടുന്നൊരു കരക്കമ്പി ഉണ്ടായിരുന്നല്ലോ. ഉള്ളതാണോ ആന്റി? അല്ല, അങ്ങനെ ഒരു പരിപാടി ഉണ്ടോ? അതൊക്കെ വർഷങ്ങളായി ഇവിടെ നടന്നു പോരുന്നൊരു ചടങ്ങല്ലേ. കൈനീട്ടം കൊടുക്കുന്നത് ഞാനാ. ഓരോ ഗോൾഡ് കോയിൻ അതെല്ലാവർക്കും ഉണ്ടാവും. ഈശ്വരമംഗലത്ത് ഞാൻ മരുമകളായിട്ട് വന്നു കയറിയതിനു ശേഷമുള്ള ആദ്യത്തെ വിഷുവാ. അപ്പൊ എനിക്കും ഉണ്ടാവും കൈനീട്ടല്ലേ? നിനക്ക് കൈനീട്ടം തരാതിരിക്കാൻ നീ കുടുംബത്തിലെ അംഗം അല്ല എന്നുണ്ടോ ശിവാനി? അല്ല, ഈ വിഷുക്കണിയും വിഷുസദ്യയൊക്കെ ഉണ്ടാവും ആന്റി? എല്ലാം ഉണ്ടാവും. പ്രശ്നങ്ങളൊക്കെ ഒരു വഴിക്ക് പോവും. പക്ഷേ ഓണവും വിഷുവൊക്കെ വന്നാ അത് നമുക്ക് വേണ്ടാന്ന് വെക്കാൻ പറ്റില്ലല്ലോ. ആന്റി ഈ പറഞ്ഞതിനർത്ഥം തൽക്കാലത്തേക്ക് നിധിയായിട്ടുള്ള പ്രശ്നമങ്ങ് മറന്നു എന്നാണോ? നാളെ അവൾക്കും സ്വർണ്ണ നാണയം കൈനീട്ടായിട്ട് കൊടുക്കുവോ? നിധിക്ക് നാളെ ഞാനൊരു കൈനീട്ടം കൊടുക്കും. ഒരിക്കലും അവൾക്ക് മറക്കാൻ പറ്റാത്തൊരു കൈനീട്ടം. ഇങ്ങോട്ട് വന്നേ. നല്ലൊരു ദിവസമായിട്ട് ലാപ്പ് നോക്കിയിരിക്കാതെ ഇതൊക്കെ ഒന്ന് സഹായിച്ചേ. ചെല്ലേ, ആ ഉരുള എടുത്തിട്ട് ആ ഉരുളയും തന്നെ ഇത് അങ്ങോട്ട് വെച്ചേ. സൂക്ഷിച്ച് സൂക്ഷിച്ച്. അതെല്ലാം അടുക്കി വെക്കാം. അതൊക്കെ എടുത്ത് ഉരുളയിലേക്ക് വെക്കേ. ആന്റി, കൈനീട്ടത്തിനുള്ള സ്വർണ്ണ നാണയങ്ങളല്ലേ വാങ്ങി വെച്ചിട്ടുണ്ടല്ലോ അല്ലേ? രാവിലെ പിന്നെ മറന്നു പോയിന്നൊന്നും പറഞ്ഞേക്കല്ലേ. അത് ഞാൻ അങ്ങനെ അങ്ങ് മറക്കുവോ? ഈ കുടുംബത്തിലെ എല്ലാവർക്കും കൈനീട്ടം തരാനുള്ള സ്വർണ്ണ നാണയമൊക്കെ ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്. അതേ സൈഡിലേക്ക് വെച്ച്. നിർമ്മലേ, നീയും വിഷമിക്കണ്ട. നിനക്ക് ഒരു സമ്മാനം കൈനീട്ടമായിട്ട് തരാൻ ഞാൻ കരുതി വെച്ചിട്ടുണ്ട്. നീ പറഞ്ഞു ശരിയെന്ന്. ഇടയ്ക്ക് ഇങ്ങനെ വരുന്ന ആഘോഷങ്ങളാണ് കുടുംബ ബന്ധങ്ങളെ ശക്തിപ്പെടുത്തുന്നത്, അല്ലേ? അത് വലിയ മഹത്വജനൊന്നുമല്ല. ഞങ്ങളുടെ വീട്ടിലായിരിക്കുമ്പോഴും ഓണവും വിഷുവും ഒക്കെ വരുമ്പോ എല്ലാ പിണക്കങ്ങളും മുറുമുറുപ്പുകളും ഒക്കെ മറന്ന് എല്ലാവരും ഒന്നിക്കും. അതോടെ ഉള്ളിലെ മഞ്ഞുരുകുകയും ചെയ്യും. എന്താ ആലോചിക്കുന്നത്? നാളെ എല്ലാരും കണി കാണാൻ വരുമ്പോ ഒരു കൃഷ്ണന്റെ വേഷമൊക്കെ കെട്ടി ഞാനങ്ങ് നിന്നാലൊന്ന് ആലോചിക്കായിരുന്നു. താടി വെച്ച കൃഷ്ണൻ, അത് പൊളിക്കും. ആളുകളെ കണി കണ്ട് പേടിക്കാതിരുന്നാ കൊള്ളാം. പിന്നെ നീ എന്നും കണി കാണുന്ന എന്നെയല്ലേ, എന്നിട്ട് പേടിക്കാറുണ്ടോ? അതെ മോനെ, രാവിലെ എഴുന്നേറ്റ് കണി കാണാനുള്ളതാ. കേറി കിടന്നുറങ്ങാൻ നോക്ക്. ഓക്കേ.
ഗൗതമനെ നിധിയും കാണുന്നില്ലല്ലോ പാർവതി. നീ ഒന്ന് സമാധാനായിട്ട് നിക്ക്, അവരൊക്കെ വന്നോളും. പതുക്കെ നീ. വസുന്ധരാഞ്ചും കൂടെ വന്ന് കണി കണ്ടിരുന്നെങ്കിൽ നമുക്ക് കൈനീട്ട പരിപാടിയിലോട്ട് കടക്കായിരുന്നു. എങ്ങനെയെങ്കിലും വസുവിന്റെ കയ്യിൽ നിന്ന് ആ സ്വർണ്ണ നാണയം കിട്ടണം. വിഷു എന്ന് പറഞ്ഞാലേ ഇവളുടെ ഉദ്ദേശം അത് മാത്രം. ഗോപിയേട്ടനായിരിക്കും. ഞാനൊന്ന് എടുക്കട്ടെ. ഞാൻ പറഞ്ഞില്ലേ, കൃത്യസമയത്ത് ഗോപിയേട്ടൻ വിളിച്ചു. ഹലോ ഗോപിയേട്ടാ, ഹാപ്പി വിഷു. ആ ഇവിടെ കണി കാണലൊക്കെ നടക്കുന്നേ ഉള്ളൂ. അമ്മേ, ദേ വസുന്ധരാഞ്ചി വന്നു. ആ ഗോപിയേട്ടാ, ഒരു 5 മിനിറ്റ് ഞാൻ വീഡിയോ കോൾ വിളിച്ചിട്ടേ എല്ലാം കാണിച്ചു തരാം. ഇപ്പൊ വെക്കട്ടെ? ആ ശരി. എങ്കിൽ പിന്നെ നമുക്ക് കൈനീട്ട പരിപാടിയിലോട്ട് കടന്നാലോ? പിന്നെന്താ, തുടങ്ങിക്കളയാം. ഭഗവാനെ, യാമിനി, ദാ. നീയൊന്ന് കൈ നീട്ടിക്കേ. ദാ, ഇത് നിനക്ക്.